ഹായ് ഹലോ, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അത്യാവശ്യം കുറച്ച് കൃഷിയൊക്കെ ഞാൻ മുകളിൽ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് വെള്ളരിക്ക, വഴുതന, പച്ചമുളക്, വെണ്ടയ്ക്ക, ചീര, തക്കാളി, അങ്ങനെ കുറച്ച് പയറും, അങ്ങനെ കുറച്ച് കൃഷികൾ ചെയ്യുന്നുണ്ട് മുകളിൽ. അപ്പോൾ എന്നും ജോലി കഴിഞ്ഞ് വന്നാൽ അതിന് വെള്ളമൊഴിക്കലൊക്കെ ഒരു പണിയാണ്. ഫ്രൂട്ട്സായിട്ട് ഞങ്ങളിപ്പോൾ തണ്ണിമത്തനുണ്ട്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു കായ പിടിച്ചിട്ടുണ്ട്. അതും എല്ലാതും ഒരുപാട് കായൊന്നുമില്ല കേട്ടോ, ഒക്കെ ഓരോ കായ വെച്ചിട്ടേ ഉള്ളൂ, ഒക്കെ പരീക്ഷണങ്ങളാണ്. അപ്പോൾ അതിൽ വിജയിച്ചിട്ടുണ്ട്. കായ വലുതായാൽ മതിയായിരുന്നു. പിന്നെ പോട്ടി മിക്സായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ചാണകപ്പൊടി പിന്നെ മണ്ണ് മാത്രമാണ് കേട്ടോ, അല്ലാതെ ഒരുപാട് വളങ്ങളൊന്നുമില്ല. ചാണകപ്പൊടി എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും, കാരണം വീട്ടിൽ പശുവൊക്കെ ഉള്ള കാരണം കൊണ്ട് എപ്പോഴും അത് സ്റ്റോക്കാണ്. പിന്നെ ഞാനൊരു സാധനം കൂടി മെയിനായിട്ട് ചേർക്കലുണ്ട്. അത് എന്താ വെച്ചാൽ നമ്മുടെ കറ്റാർ വാഴയാണ് കേട്ടോ. മനുഷ്യന് മാത്രമല്ല ചെടികൾക്കും ഇത് നല്ലൊരു വളമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കറ്റാർ വാഴ അധികം ഉണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ നിന്ന് നാശമായി പോകുന്ന ലീഫുകളുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് ഇതുപോലെ ചെടികളുടെ കടക്കിൽ ഇട്ട് കൊടുക്കലുണ്ട്. അത് നല്ല ഗ്രോത്ത് കാണിക്കലുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എപ്പോഴും പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ അതും കൂടി ചെയ്യലുണ്ട്. അങ്ങനെയാണ് ഞാൻ പോട്ടി മിക്സ് തയ്യാറാക്കൽ. ഇന്നിപ്പോൾ കുറച്ച് പണിയുണ്ട്, കാരണം നമ്മുടെ തക്കാളിക്കൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ മോള് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ, അവളവിടെ ഇരുന്ന് കളിക്കുകയാണ്. എപ്പോഴും കയറി വരുമ്പോൾ 2-3 ചിരട്ട ഉണ്ടാവും അവളുടെ കയ്യിൽ. കുറച്ച് വെള്ളം വെച്ച് കൊടുത്താൽ അവൾ ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ തക്കാളിയൊക്കെ ഒന്ന് ചെരിഞ്ഞിട്ടും ഇതായിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കുറച്ച് കമ്പ് കുത്തി കൊടുക്കണം, എൻ്റെ കടക്കിൽ മണ്ണ് ഇട്ട് കൊടുക്കണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ മോൾ എന്തൊരു കല്ലൊക്കെ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തോ റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട്, അതിൻ്റെ ഇടയിൽ അവൾ അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരുവേ. മൂടുണ്ടെങ്കിൽ അവൾ എന്നെ സഹായിക്കും കേട്ടോ, ഇല്ലെങ്കിൽ നോ, ഈ വഴിക്കേ നോക്കണ്ട. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തക്കാളിയുടെ കൊമ്പ് താഴത്ത് അടിയിലൊക്കെ ഇങ്ങനെ വളർന്നു വരുന്ന കൊമ്പുകളൊക്കെ വെട്ടി കൊടുക്കുന്നതാണ് പറയൽ. അപ്പോഴാണ് അത്ര നമ്മുടെ ചെടിക്ക് നല്ല വളർച്ച കിട്ടുള്ളൂ, ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ അടിയിലുള്ള കൊമ്പുകളൊക്കെ വെട്ടി കൊടുക്കുകയാണ്. ഞാനതൊക്കെ വെട്ടിക്കൊടുക്കുക, അത് നമ്മൾ വളർച്ച ഉണ്ടാകുമ്പോൾ മാത്രമല്ല കേട്ടോ ഞാൻ വെട്ടി കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനൊരു കമ്പ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഭാരം അധികം ഉണ്ടെങ്കിൽ കമ്പും ചെടിയും കൂടിയിട്ട് മറിയും. അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് കനളതൊക്കെ കൊണ്ട് വെട്ടിക്കളഞ്ഞിട്ട് കമ്പ് കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കമ്പായിട്ട് നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്കിതുപോലെ ഓലയുടെ മടലും പിന്നെ ശീമക്കൊന്നട കൊമ്പും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളതൊന്ന് സെറ്റാക്കിയിട്ട് കുത്തി കൊടുക്കാച്ചിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്, അവിടെ നിൽക്കും. പിന്നെ കുറച്ച് മണ്ണും കൂടി ഇടുമ്പോൾ അതവിടെ ഉറച്ച് നിന്നോളും, വലിയ കുഴപ്പമുണ്ടാവലില്ല എനിക്ക്. അപ്പം ഞാൻ അങ്ങനെ കൊത്തി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് വീഡിയോ ഇടുന്നത്. എനിക്ക് അത്ര പരിചയമൊന്നുമില്ല, എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. പോകുന്ന ഇതിൽ നമുക്ക് റെഡിയാക്കാം. ആദ്യമായിട്ടല്ല, അതിൻ്റെ ഒരു ഇതുണ്ട് എനിക്ക്. അപ്പോൾ നമ്മളതൊക്കെ കുത്തി കൊടുത്തു. ഇനി ഒരു കയറെടുത്ത് കെട്ടിക്കഴിഞ്ഞാൽ ഒക്കെ സെറ്റ്. നേരത്തെ ഒരു കയർ അവിടെ കെടുക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തിട്ട് ഞാനത് കെട്ടി കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കരുത് കേട്ടോ. അങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയുടെ തണ്ട് എന്ന് പറയുന്നത് കുറച്ച് ഭയങ്കര സോഫ്റ്റാണ്. അത് കാരണം കൊണ്ട് വേഗം എന്താ പറയുക ചീഞ്ഞ് പോകാനും ഒടിയാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്ന് ലൂസാക്കിയിട്ട് കെട്ടി കൊടുക്കുക. പിന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുതെന്ന് പറയുന്നത് ചെടിക്ക്. ഒരുപാട് വെള്ളം ഒഴിച്ചാലും ഇതുപോലെ എന്താ പറയുക ചീഞ്ഞ് പോകും. അപ്പോൾ നമ്മളത് സെറ്റായിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ തക്കാളി പിടിച്ചിട്ടുണ്ടെന്ന്, അത് ഒരു കായ 1-2 കായൊക്കെ അതിൻ്റെ മുകളിലുണ്ട്. അതും ഇതുപോലെ ചെരിഞ്ഞ് കിടക്കുകയാണ്. ഒരു മഴ വന്നിട്ടുണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് ചെടികളൊക്കെ അങ്ങോട്ട് ചെരിഞ്ഞു, നമ്മൾ താങ്ങ് കൊടുക്കാത്ത കാരണം കൊണ്ടേ. അപ്പോൾ പിന്നെ കടക്കിൽ കുറച്ച് മണ്ണേ ഉള്ളൂ, കാരണം കൂടുതൽ ഞാൻ കരിയിലിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിയിൽ മൊത്തം കരിയിലയാണ്, അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് മാത്രമേ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട്
അത് ചെരിഞ്ഞു പോയി വേഗം. അപ്പോൾ കുറച്ച് മണ്ണ് കയറ്റിയിട്ട് കൊടുത്തിട്ട് വേണം അതിനൊരു താങ്ങ് കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഉള്ള ലീഫുകളും കാര്യങ്ങളൊക്കെ ഞാൻ വെട്ടിക്കളയുന്നുണ്ട്. അപ്പോൾ എപ്പോഴും തണ്ടിനോട് ചേർത്ത് വെട്ടരുത്, കുറച്ചൊന്ന് വിട്ടിട്ട് വേണം വെട്ടാൻ. അപ്പോൾ അതുപോലെ ഞാൻ വെട്ടി കൊടുത്ത് അത് സെറ്റാക്കിയിട്ടുണ്ട്. തക്കാളിക്കുട്ടന്മാരൊക്കെ നല്ല സുന്ദരന്മാരായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അവിടുത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു 2-3 എണ്ണം കൂടി ഒക്കെ റെഡിയാക്കാനുള്ളൂ. അത് ഇതുപോലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇരുന്നുണ്ട്. കാരണം നല്ല മഴക്കാറുണ്ട്. ഇന്നലെയും മഴ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നും മഴ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ മഴ പെയ്താൽ ആകെ അവിടെ കിടന്ന് ബുദ്ധിമുട്ടാവും. അത് കാരണം കൊണ്ട് ഞാൻ അപ്പം തന്നെ ഞാൻ ക്ലീൻ ചെയ്തിരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മോളുണ്ട് കേട്ടോ. അവളതിൻ്റെ ഇടയിൽ കൂടെ ഇതിൽ കൂടെ ഒക്കെ നടക്കും. അവളുടെ മെയിൻ പരിപാടി എൻ്റെ പച്ചമുളക് പൊട്ടിച്ച് കൊണ്ടുപോകലാണ്. അതൊന്ന് മൂത്തിട്ട് കൂടി ഉണ്ടാവില്ല, അപ്പോഴേക്കും പൊട്ടിക്കരുത് പറഞ്ഞാലും അവൾ പൊട്ടിക്കും. അപ്പം ഞാനത് അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ അവൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട് പൊട്ടിക്കരുത്, വലുതാവട്ടെ എന്ന്. അവൾ പിന്നെ അവൾക്ക് എന്താ പറയുക, പച്ചമുളക് പൊട്ടിച്ചിട്ട് കളിക്കുക, ചെടിയുള്ള ഇലകൾ പൊട്ടിച്ച് കളിക്കുക, അതൊക്കെയാണ്. പിന്നെ ഞാൻ വിചാരിക്കും കളിച്ചോട്ടെ. പച്ചമുളക് പൊട്ടിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളത് ക്ലീൻ ചെയ്തു. പിന്നെ സമയം ഒരുപാട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ കാരണം ബുദ്ധിമുട്ടാവും. അത് കാരണം വേഗം ഞങ്ങൾക്ക് താഴത്തേക്ക് ഇറങ്ങാൻ. ജോലി കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ കുറച്ചൊരു 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് അങ്ങനെ അവിടെ കയറിയതാണ്. കുറേ ദിവസമായി ഞാൻ വിചാരിക്കും, ലീവുള്ള ദിവസം എനിക്ക് സമയം കിട്ടലില്ല. അത് കാരണം കൊണ്ട് ഇന്നെന്തായാലും പിടിയാലെ ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ അവളുടെ ഡാൻസും ഉണ്ടാവും ഒട്ടടയ്ക്ക്. നല്ല മൂഡൊക്കെ ആണെങ്കിൽ നല്ല ഡാൻസൊക്കെ കളിച്ച് തരും എനിക്ക് അവിടെ ഇരുന്നിട്ട്. ഫോൺ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പറയും വേണ്ട,